ഷിൻചാനെ കണ്ടാ അതിന്റെ കാലില് വിരലിന്റെ അത്ര പോലുള്ള ഒരു മനുഷ്യൻ. അതിന്റെ കാല് തന്നെ ഒരു 3-5 വണ്ടിയുടെ വലിപ്പം വരും. ബിക്കോസ് അതാണ് ജയന്റ്. ആ 100 നിലയുള്ള കെട്ടിടത്തിന്റെ അത്ര പൊക്കമുണ്ട് അതിന്. അവരെ പിടിച്ച് അതൊരു കൈ കൊണ്ട് ഒരു 4-5 പേര് ഒരുമിച്ച് അങ്ങ് വാരി എടുത്തില്ലൂടാ. എന്തായാലും പടത്തിലെ കോൺസെപ്റ്റ് കൊള്ളാം. എവിടുന്ന്? അതൊക്കെ സിനിമയിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതൊക്കെ ഒരു കോൺസെപ്റ്റ് അല്ലേ? ഇനി എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മനുഷ്യന്മാരെ എന്നേ അതിനെ കണ്ടുപിടിച്ച് റിസർച്ചുകൾ നടത്തിയാനെ. ആ വെടി വെച്ചിട്ട് അതിനൊന്നും പറ്റില്ലട്ടോ. അല്ലല്ലോ ആ ചെറിയ ബോംബുണ്ട്. ആരാ വിളിക്കണം? അല്ലേലും നല്ല സിനിമ കണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോള് വരും. ആരാണ് ഇപ്പൊ വിളിക്കുന്നത്? നമ്മുടെ വകയിലുള്ള ഒരു അപ്പൂപ്പനാണല്ലോ വിളിക്കണത്. കുറെ ആയല്ലോ പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട്. എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു കോള്? ആ കോൾ എടുക്ക്. എന്താണ് അപ്പൂപ്പ? എന്റെ നമ്പർ ഒന്നും മറന്നിട്ടില്ലല്ലേ? ഞാൻ നിന്നെ വിളിച്ചത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാ. നിനക്കറിയാലോ ഈ അപ്പൂപ്പനോട് ഒറ്റക്കാ താമസിക്കണേന്ന്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പാടത്ത് പോയി നോക്കിയപ്പോ നമ്മുടെ സ്ഥലത്ത് വലിയൊരു കാൽപ്പാട്. നിന്നോടല്ലാതെ ഈ അപ്പൂപ്പൻ ആരോടാ പറയണ? നീ ഒന്ന് നോക്കണോ? എന്താ അപ്പൂപ്പ കാൽപ്പാടാ? അവർ പാടാകുമ്പോ ഒത്തിരി കാൽപ്പാടൊക്കെ ഉണ്ടാവും. അതിനിപ്പോ എന്താ ഉള്ളത്? അല്ല പുലിയോ കരടിയോ വല്ലോ വന്നോ? അതല്ലടാ മോനെ ഫ്രാങ്ക്ലിനെ, ഈ കാൽപ്പാട് ഒരു വലിയ ട്രക്കിന്റെ അത്രയുണ്ടോ? അത്രയും കല്ല് കാൽപ്പാടുള്ള ആരോ ഉള്ളത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. നീ ഒന്ന് നോക്കണോ മോനെ? എനിക്കത് അല്ലാതെ വേറെ ആരോ ഉള്ളത്? എന്ത് ഒരു ട്രക്കിന്റെ അത്ര വലിപ്പമുള്ള കാൽപ്പാടാ? എന്നിപ്പോ അപ്പൊ വേറെ കളിക്ക നിക്ക്. ഓ മനസ്സിലായി. അപ്പൂപ്പ ശരി, ഞാൻ മാത്രല്ല അപ്പൂപ്പനുള്ളൂ. ഞാൻ എന്തായാലും വന്ന് നോക്കാം. അപ്പൂ പറഞ്ഞേടാ ഒരു ട്രക്കിന്റെ അത്ര ഉള്ള കാൽപ്പാടാ അപ്പൂപ്പന്റെ പാടത്തുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ടിവിയിൽ ഇതേ കഥയിൽ നടന്നുകൊണ്ടിരിക്കണത്. എനിക്ക് തോന്നണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പനും അവിടെ ഇരുന്ന് ഇതേ സിനിമ കണ്ടോണ്ടിരിക്കുക. എന്നെ കണ്ട് കുറെ നാളായല്ലോ. അപ്പൊ എന്നെ കാണാൻ വേണ്ടി ഒരു കാരണം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ.